ഹലോ, ഞാൻ നയന. അപ്പോൾ ഇന്നലെ ഇട്ട വീഡിയോയുടെ ബാക്കിയാണ്, കാണാത്തവർ പോയി കാണണേ. അങ്ങനെ ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാൻ യൂണിഫോം ഇട്ട് നേരെ പോകുന്നത് കോവിലിലെ പ്രഭാത ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ്. പ്രഭാത ഭക്ഷണം കൊടുത്തു തുടങ്ങും മുന്നേ ഞാൻ എത്തി കേട്ടോ, കാരണം എനിക്ക് നേരത്തെ ഡ്യൂട്ടിക്ക് പോകണം. അപ്പോൾ ഫസ്റ്റ് കളരിയിലിരുന്നാലേ എനിക്ക് കറക്റ്റ് സമയത്ത് എനിക്ക് ഡ്യൂട്ടിക്ക് എത്താൻ പറ്റും. വലിയമ്മ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു കോവിൽ. പൂജ കഴിഞ്ഞ ഉടനെ അടുത്ത് പ്രഭാത ഭക്ഷണം കൊടുത്തു തുടങ്ങും കേട്ടോ. അങ്ങനെ ഇഡ്ഡലി, സാമ്പാറും രസവടയും ചായയും പിന്നെ ഒരു പഴം ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നന്നായിട്ട് ഞാൻ കഴിച്ചു. എന്നിട്ട് കഴിച്ചിട്ട് എനിക്ക് നേരെ ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാൻ പെട്ടെന്ന് കഴിച്ച് വീട്ടിൽ വന്നു. ചേട്ടൻ കൊണ്ടാക്കാമെന്ന് പറഞ്ഞു. ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ എടുത്തൊരു വീഡിയോ ആണിത്. അതിൻ്റെ കോലം നോക്കിയാൽ രണ്ടിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. നല്ല നല്ല വിശന്ന് തളർന്ന് വരെയായിരുന്നു. അങ്ങനെ ഞാൻ സ്റ്റാൻഡിൽ വന്നപ്പോഴത്തേക്ക് എൻ്റെ അനിയത്തിയെ കണ്ടു. അവിടെ അവളെയായിട്ട് ഞാൻ ചായയും കുടിച്ച് നേരെ വീട്ടിൽ വന്ന് എൻ്റെ സ്ഥിരം പരിപാടി തുടങ്ങി. ഞാൻ ഫുഡ് അടിക്കാൻ തുടങ്ങി. അങ്ങനെ നേരെ നല്ല ലേറ്റായി കേട്ടോ. ഞാൻ ഫുഡൊക്കെ കഴിച്ച് വന്നപ്പോഴത്തേക്കും നല്ല ലേറ്റായി. അങ്ങനെ ഞാൻ റെഡി ആവുകയാണ്. പൂജ തുടങ്ങും മുന്നേ എത്തണ്ടേ. അപ്പോൾ അങ്ങനെ ഞാൻ പെട്ടെന്ന് റെഡിയായി. ഇത് എൻ്റെ വല്യമ്മയുടെ മോളുടെ ഡ്രസ്സാണ് കേട്ടോ. ഞാൻ ഡ്രസ്സൊന്നും കൊണ്ടുപോയില്ലായിരുന്നു. അപ്പോൾ അവളുടെ ഡ്രസ്സിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് തട്ടിക്കൂട്ടി ഇട്ടതാണ്. എല്ലാവരും റെഡിയായി. ഇനി ഞാൻ മാത്രമേ റെഡി ആവുള്ളൂ. അതാണ് ഞാൻ പെട്ടെന്ന് റെഡി ആവുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ കൂടെ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. എന്താണ് സംസാരിച്ചതെന്ന് എനിക്കിപ്പോഴും ഓർമ്മയില്ല. അങ്ങനെ നമ്മൾ കാവിലെത്തി. കാവിൽ നിറയെ ആൾക്കാരുണ്ട്. നമുക്ക് സീറ്റൊന്നും കിട്ടിയില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇത് കാണുന്നത്. പിന്നെ കൊടിതി പൂജ എന്നാണ് പറയുന്നത്. ഞാൻ അതിൻ്റെ ക്ലിപ്പിങ്സ് ഇട്ടാണ്. അങ്ങനെ പൂജയും കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. എനിക്കാണെങ്കിൽ ജലദോഷമാണ്. ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് എനിക്ക് നല്ല മൂക്കടഞ്ഞിരിക്കുന്നു. അതാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. അപ്പോൾ പൂജയൊക്കെ കഴിഞ്ഞ് ഒരു ദിവസത്തെ ഉത്സവമാണ് കേട്ടോ. അപ്പോൾ നാളെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഓക്കെ, ബൈ.